തൃശൂരിലും പലയിടങ്ങളിലും വെള്ളം കയറി. നഗരത്തിലെ മനോരമ ജംഗ്ഷനിലും ഗുരുവായൂർ മമ്മിയൂരിലും മണ്ണൂത്തി ജംഗ്ഷനിലും റോഡുകളിൽ വെള്ളം കയറി. ഗുരുവായൂർ തൊഴിയൂരിൽ തെങ്ങ് മുറിഞ്ഞു വീണ വീട് ഭാഗികമായി തകർന്നു. പുത്തൂർ കല്ലുകുന്ന് വീടിന്റെ മതിലിടിഞ്ഞു വീണു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ തൃശൂർ ജില്ലയിലും കനത്ത മഴയും നാശനഷ്ടങ്ങളും ഒക്കെയാണ്. വലിയ രീതിയിൽ വെള്ളം കയറിയിരിക്കുന്നു. നിലവിൽ ഇപ്പോഴും മഴ തുടരുകയാണോ? നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വലുതാണോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, സംസ്ഥാന വ്യാപകമായി പെയ്യുന്ന മഴ തൃശ്ശൂരിലും ശക്തമായി തന്നെ തുടരുകയാണ്. രാവിലെ മുതൽ ഇടവേള ഇല്ലാതെ പെയ്യുന്ന ആ കനത്ത മഴയാണ് തൃശ്ശൂരിലും ഉള്ളത്. പലയിടങ്ങളിലും റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിലെ മനോരമ ജംഗ്ഷനിലും അതുപോലെ തന്നെ ഗുരുവായൂർ മമ്മിയൂരിലും മണ്ണുത്തി ജംഗ്ഷനിലും ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. ഗുരുവായൂരിൽ തൊഴിയൂരിൽ തെങ്ങ് മുറിഞ്ഞു വീട് ഭാഗികമായി തകർന്നൊരു സംഭവം ഉണ്ടായി. ആയിരങ്കണ്ണി ഉന്നതിയിൽ ഷിബുവിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. അതുപോലെ തന്നെ തൃശൂർ ചെട്ടിയങ്ങാടി ജംഗ്ഷനിലും വെള്ളം കയറിയിട്ടുണ്ട്. മുക്കാട്ടുകര മേഖലയിലും റോഡുകളിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പുത്തൂർ കല്ലുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വീടിന്റെ മതിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഡാമുകളിൽ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിൽ മഴ കനത്തതോടെ വലിയ രീതിയിലുള്ള വെള്ളമാണ് ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെരിങ്ങൽകുത്ത് ഡാമിൽ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുകയാണ്. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മംഗലം ഡാമിലും വെള്ളം തുറന്നുവിടുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്തുള്ളവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും മഴ ശക്തമായി തന്നെ തൃശൂർ ജില്ലയിൽ ഇപ്പോഴും തുടരുകയാണ്. റെഡ് അലേർട്ടാണ് തൃശൂർ ജില്ലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. പല ജില്ലകളിലും റെഡ് അലേർട്ട് ഉണ്ട്. തൃശൂരിലും റെഡ് അലേർട്ട് തുടരുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള കനത്ത നാശനഷ്ടങ്ങൾ ഇപ്പോൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇത്തരം ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ ജില്ലയിൽ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. തെങ്ങ് വീണ് വീട് തകരുക, വീടിന്റെ മതിലിടിഞ്ഞു വീടുക, അത്തരത്തിലുള്ള ചെറിയ നാശനഷ്ടങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു ദുരന്തമോ അല്ലെങ്കിൽ അത്തരമൊരു ആഘാതമൊന്നും ഇപ്പോൾ ജില്ലയിൽ എവിടെയും ഉണ്ടായിട്ടില്ല. ഡാമുകൾ ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടുന്നതിനാൽ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർക്കും അതുപോലെ ഭാരതപ്പുഴയുടെ തീരത്തുള്ളവർക്കും ചെറുതുരുത്തി ഉൾപ്പെടെയുള്ള മേഖലകളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിരപ്പള്ളി മേഖലയിലേക്ക് വിനോദസഞ്ചാരികൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴയുടെ പശ്ചാത്തലത്തിൽ. ശരി, വ്യക്തമാണ്. എന്തായാലും തൃശ്ശൂരിലും കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. നഗരത്തിലെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ റോഡുകളിലൊക്കെ വെള്ളം കയറിയ നിലയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതോടൊപ്പം തന്നെ ഡാമുകളിൽ നിന്നും ജലം ഒഴുക്കി വിടുന്നതും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന നിർദ്ദേശം. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.